ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച് ചലച്ചിത്ര നടൻ മമ്മൂട്ടി. സിനിമയിൽ പവർ ഗ്രൂപ്പില്ലെന്ന് മമ്മൂട്ടി. മുകേഷിനെതിരെ തൃശൂരിലും കേസ്. തൃശൂർ എറണാകുളം പാതയിൽ ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയതും ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയതും യാത്രക്കാരെ വലച്ചു. അങ്കമാലിയാടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ട്രെയിൻ സർവീസുകൾ വൈകിയത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു. നിരക്ക് വർധനയ്ക്കെതിരെ AIYF ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൃശൂർ കുറുപ്പം റോഡ് മുതൽ കൂർക്കഞ്ചേരി വരെ ആധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ ഓണത്തിന് ശേഷം ആരംഭിക്കും. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാർ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത. സംഭവത്തിന് പിന്നിൽ കോടികളുടെ ഇടപാടെന്ന സംശയം. MDMAയും കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. കണ്ടശങ്കടവ് സ്വദേശികളായ വിഷ്ണു സാജൻ, വിഷ്ണു എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. നടനും കൊല്ലം MLAയുമായ മുകേഷിനെതിരെ തൃശൂരിലും കേസ്. നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് കേസ്. വടക്കാഞ്ചേരിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് കയറിപ്പിടിക്കുവാൻ ശ്രമിച്ചുവെന്നും കിടക്കയിലേക്ക് തള്ളിയിട്ടെന്നുമാണ് നടിയുടെ മൊഴി. വടക്കാഞ്ചേരി പോലീസാണ് കേസെടുത്തത്. തുടർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച് ചലച്ചിത്ര നടൻ മമ്മൂട്ടി. സോഷ്യൽ മീഡിയയിലൂടെയാണ് മമ്മൂട്ടിയുടെ പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലുമുണ്ട്. സിനിമയിൽ ഒരു ശക്തികേന്ദ്രവുമില്ല. അങ്ങനെയൊന്നിന് നിലനിൽക്കാൻ കഴിയുന്ന രംഗവുമല്ല സിനിമ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗിക ശുപാർശകൾ നടപ്പിലാക്കണമെന്നും അതിന് നിയമതടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും ആത്യന്തികമായി സിനിമ നിലനിൽക്കണമെന്നും മമ്മൂട്ടി പറഞ്ഞു. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരണവുമായി ജയസൂര്യ രംഗത്തെത്തി. തനിക്കെതിരെ ഉണ്ടായത് വ്യാജ പീഡന പരാതികൾ എന്ന് ജയസൂര്യ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞു. പരാതികൾ നിയമപരമായി നേരിടുമെന്നും വ്യാജ ആരോപണങ്ങളിൽ മാനസികമായി തകർന്നുവെന്നും ജയസൂര്യ പറഞ്ഞു. താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ പോലീസ് തുടർച്ചയായി രണ്ടാം ദിവസവും പരിശോധന നടത്തി. ഇടവേള ബാബു, മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. ഇവർ സംഘടനയുടെ ഭാരവാഹികളായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തൃശൂർ എറണാകുളം പാതയിൽ ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയതും ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയതും യാത്രക്കാരെ വലച്ചു. അങ്കമാലിയാടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് തൃശൂർ എറണാകുളം പാതയിൽ ട്രെയിൻ സർവീസുകൾ വൈകിയത്. പല ട്രെയിനുകളും വിവിധ സ്റ്റേഷനുകളിലായി മണിക്കൂറുകളാണ് പിടിച്ചിട്ടത്. ഇതോടെ ദീർഘദൂര യാത്രക്കാരടക്കം കാര്യമറിയാതെ വലഞ്ഞു. വിവിധ സമയങ്ങളിലായി പല ട്രെയിനുകളിൽ പോകേണ്ട യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിയതോടെ തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും യാത്ര തുടരാൻ ആകാതെ വന്ന ചിലർ ബസ് അടക്കമുള്ള സമാന്തര ഗതാഗത സംവിധാനങ്ങളുടെ സഹായവും തേടി. എന്നാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർ പലരും സ്റ്റേഷനുകളിൽ അറിയിപ്പ് എത്തും വരെ തുടർന്നു. ഇതിനിടയിൽ ചില ട്രെയിനുകൾ ഭാഗികമായി സർവീസുകൾ അവസാനിപ്പിച്ചത് യാത്രക്കാരിൽ കൂടുതൽ ആശങ്കയ്ക്കിടയാക്കി. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം വൈകിട്ടോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചില ട്രെയിനുകൾ 5 മണിക്കൂർ വരെ വൈകിയാണ് സർവീസുകൾ നടത്തിയത്. മുന്നറിയിപ്പില്ലാതെ നിരുത്തരവാദപരമായിട്ടാണ് റെയിൽവേ ഇത്തരത്തിൽ യാത്രക്കാരെ വലയ്ക്കും വിധം അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്ന് ആരോപിച്ച് യാത്രക്കാർ ക്ഷുഭിതരായി. അതേസമയം 2 ദിവസം മുൻപ് മുതൽ തന്നെ വാർത്താമാധ്യമങ്ങൾ വഴി അറ്റകുറ്റപ്പണി ഇതുമൂലം സർവീസുകൾ വൈകും എന്ന അറിയിപ്പുകൾ യാത്രക്കാർക്കായി നൽകിയിരുന്നതായി റെയിൽവേ അധികൃതരും പറഞ്ഞു. ഗുരുവായൂർ പാസഞ്ചർ പുതുക്കാട് സ്റ്റേഷനിൽ 2.5 മണിക്കൂർ പിടിച്ചെടുത്ത് യാത്രക്കാരെ വലച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:24 ട്രെയിൻ പുതുക്കാടെത്തിയത്. ഏറെ നേരം കാത്തിരുന്നിട്ടും ട്രെയിൻ പുറപ്പെടാതിരുന്നതോടെ യാത്രക്കാർ പ്രകോപിതരായി. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലേക്ക് തിക്കി കയറിയ യാത്രക്കാർ ജീവനക്കാരുമായി തർക്കത്തിലായി. ഇതേ തുടർന്ന് പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി യാത്രക്കാരെ ശാന്തരാക്കി. ആലുവ, എറണാകുളം സ്റ്റേഷനുകളിൽ നിന്ന് കണക്ഷൻ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാരും പുതുക്കാട് സ്റ്റേഷനിൽ കുടുങ്ങിയവരിലുണ്ടായിരുന്നു. ഈ സമയം ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും ട്രെയിനുകൾ പിടിച്ചിട്ടിരുന്നു. 2.5 മണിക്കൂർ വൈകി പാളത്തിലെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം 5 മണിക്കാണ് ട്രെയിൻ പുറപ്പെട്ടത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു. ഭാരവാഹനങ്ങൾക്ക് ഒരു ദിവസത്തെ ഒന്നിൽ കൂടുതൽ യാത്രയ്ക്കുള്ള നിരക്കിൽ 5 രൂപയുടെ വർധനമാണുള്ളത്. ബസ്സിനും ലോറിക്കും ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക്
485 രൂപയാണ്. പുതുക്കിയ ടോൾ നിരക്ക് ഒരു ഭാഗത്തേക്കുള്ള എല്ലാ വാഹനയാത്രക്കാർക്കും നിലവിലെ നിരക്കുകൾ തുടരും. അതേസമയം മാസനിരക്കുകൾക്ക് എല്ലാ ഇനം വാഹനങ്ങൾക്കും 10 മുതൽ 40 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന വാഹനങ്ങൾ കടത്തിവിട്ടു. തുടർന്ന് നടന്ന ധർണ AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷഹീർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, നിയോജകമണ്ഡലം സെക്രട്ടറി VN അനീഷ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് VR രബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ വികസന വഴികളിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തുകൊണ്ടാണ് കോർപ്പറേഷൻ ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കൂർക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വളരെ പ്ലാൻഡ് സിറ്റിയായാണ് തൃശൂരിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. വിലമതിക്കാനാകാത്ത പ്രവൃത്തിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ നടത്തുന്നതെന്നും കോർപ്പറേഷന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ സാമ്പത്തികമായി മറ്റു കോർപ്പറേഷനുകളേക്കാൾ പിന്നിലല്ലെന്നും മാലിന്യമുക്തമായ കോർപ്പറേഷൻ എന്ന ലക്ഷ്യവുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മേയർ MK വർഗീസ് പറഞ്ഞു. P ബാലചന്ദ്രൻ MLA കരാർ കൈമാറ്റം നടത്തി. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ചെയർമാൻമാർ, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ചുള്ള പുലിക്കളിക്ക് പിറ്റേ ദിവസം കോൺക്രീറ്റിംഗ് പണികൾ ആരംഭിക്കും. കുറുക്കഞ്ചേരി ക്ഷേത്രം മുതൽ കുറുപ്പൻ റോഡ് സ്വരാജ് റൌണ്ട് വരെയുള്ള 2.3 കിലോമീറ്റർ ദൂരം 10 കോടി രൂപ ചെലവഴിച്ച് 3 മാസം കൊണ്ട് പണി പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. തൃശൂരിന്റെ പൈതൃക റോഡായിരുന്ന സ്വരാജ് റൌണ്ടിലെയും ഷൊർണൂർ റോഡിലെയും ഒരു തകരാറുമില്ലാതിരുന്ന കോൺക്രീറ്റ് റോഡ് നേരത്തെ വെട്ടിപ്പൊളിച്ചവരാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മാണോദ്ഘാടനം ചെയ്തതെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. സ്വരാജ് റൌണ്ടിലെ പൈതൃക കോൺക്രീറ്റ് റോഡ് വെട്ടിപ്പൊളിച്ച അന്നത്തെ മേയർ ആർ ബിന്ദുവാണ് ഇപ്പോൾ കൂർക്കഞ്ചേരി മുതൽ സ്വരാജ് റൌണ്ട് വരെയുള്ള കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. അന്നും ഇന്നും കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. സ്വരാജ് റൌണ്ടിലെ പൈതൃക കോൺക്രീറ്റ് റോഡ് തകർത്ത മന്ത്രി ആർ ബിന്ദുവും LDFും അന്നെടുത്ത നടപടി തെറ്റായിരുന്നുവെന്ന് തുറന്ന് സമ്മതിക്കണമെന്ന് ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത. സംഭവവുമായി ബന്ധപ്പെട്ട് പലരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉള്ളത് പോലീസിനെ കുഴയ്ക്കുകയാണ്. ഇരിങ്ങാലക്കുട കാട്ടഞ്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകനെയാണ് 2 കാറുകളിലായി എത്തിയ സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രി മാടവന കാട്ടാക്കുളത്തിന് സമീപത്തായിരുന്നു സംഭവം. ബിസിനസ് ആവശ്യത്തിനായി പണം വായ്പ വാങ്ങുവാനായി ആദ്യം പറവൂരിലും പിന്നീട് കോട്ടപ്പുറത്തും എത്തിയ ഡോക്ടർ ഇടനിലക്കാരനുമൊത്ത് കാറിൽ പോകുന്നതിനിടയിലാണ് സംഭവമുണ്ടായതെന്ന് പറയുന്നു. ഇവരെ പിന്തുടർന്ന 2 കാറുകളിൽ ഒന്ന് ഡോക്ടറുടെ കാറിൽ ഇടിച്ച് അപകടമുണ്ടാക്കി. തുടർന്ന് സംഘം ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് അക്രമികൾ പിൻവാങ്ങുകയായിരുന്നു. ഡോക്ടറെ കൊട്ടേഷൻ സംഘം പിന്തുടർന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. ഡോക്ടറുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനെക്കുറിച്ചും വ്യക്തമായ വിവരം കിട്ടിയില്ലെന്നാണ് സൂചന. സംഭവത്തിന് പുറകിൽ കോടികളുടെ ഇടപാടുണ്ടെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. വിൽപ്പനയ്ക്കുള്ള MDMAയും കഞ്ചാവുമായി ബൈക്കിൽ പോയിരുന്ന 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടശങ്കടവ് കാരമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെളുത്തൂർ സ്വദേശി ചെട്ടിക്കാട്ടിൽ വിഷ്ണു സാജൻ, കണ്ടശങ്കടവ് പടിയം വാടയിൽ വീട്ടിൽ VS വിഷ്ണു എന്നിവരെയാണ് SI അരിസ്റ്റോട്ടലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി കണ്ടശങ്കടവ് ബോട്ടുചെട്ടിക്ക് സമീപത്തെ പാർക്കിൽ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. പാൻസിലും ഷർട്ടിലുമായി ഒളിപ്പിച്ച നിലയിൽ 1.5 ഗ്രാം MDMAയും 13.75 ഗ്രാം കഞ്ചാവും യുവാക്കളിൽ നിന്ന് കണ്ടെത്തി. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ ചോദ്യം ചെയ്തതിൽ കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ തോയ്ക്കാവ് ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയതും ഇവരാണെന്ന് കണ്ടെത്തി. കാളിയേക്കലിലെ വേലിയത്ത് രുദ്രമാല ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണ്ണമാലയും താലികളുമാണ് പ്രതികൾ കവർന്നത്. പാവറട്ടി പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് അന്തിക്കാട് പോലീസ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SI ജോസി, ASI ചഞ്ചൽ, CPMരായ സനൽകുമാർ, കൃഷ്ണകുമാർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു.
ഡ്രൈഡേയിൽ പലചരക്ക് കട കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയ രണ്ടുപേരെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. കിള്ളിമംഗലം സ്വദേശികളായ കൊട്ടേക്കാട്ടിൽ വീട്ടിൽ മനോജ്, ജോസഫ് എന്നിവരാണ് പിടിയിലായത്. മനോജിൽ നിന്ന് 3 ലിറ്ററിലധികം മദ്യം പിടിച്ചെടുത്തു. ഫ്രൂട്ടി കുപ്പികളിലാക്കിയാണ് ഇയാൾ ആവശ്യക്കാർക്ക് മദ്യം കൊടുത്തിരുന്നത്. സ്വന്തം പലചരക്ക് കട കേന്ദ്രീകരിച്ചാണ് മദ്യവിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പലചരക്ക് കടയിൽ സൂക്ഷിച്ച 92.6 ലിറ്റർ അരിഷ്ടവുമായാണ് ജോസഫിനെ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പിടികൂടിയത്. 20 കാർഡ്ബോർഡ് പെട്ടികളിലായാണ് അരിഷ്ടം സൂക്ഷിച്ചിരുന്നത്. ആവശ്യക്കാർക്ക് 200-450 മില്ലി കുപ്പികളിലായാണ് വിൽപ്പന നടത്തിയിരുന്നത്. 200 മില്ലിക്ക് 50 രൂപയും 450 മില്ലിക്ക് 90 രൂപയുമാണ് ഇയാൾ വാങ്ങിയിരുന്നത്. സ്ഥിരമായി ഇത് കഴിക്കുന്നവർക്ക് പല ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിയാരം കൊന്നക്കുഴിയിൽ ബൈക്കിൽ സഞ്ചരിച്ച് മദ്യം വിൽപ്പന നടത്തിയ യുവാവിനെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ് അറസ്റ്റ് ചെയ്തു. പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസാണ് അറസ്റ്റിലായത്. ചാക്കിൽ 29 കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന 16 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബൈക്കും കസ്റ്റഡിയിലെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ആവശ്യക്കാരെ ഫോണിൽ ബന്ധപ്പെട്ട് വീടുകളിൽ മദ്യം എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് ഇയാളുടെ പേരിൽ ചാലക്കുടി എക്സൈസിലും പോലീസിലും മറ്റു കേസുകളുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഹരീഷ് കുമാർ പുത്തില്ലം, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, KN സുരേഷ്, NU ശിവൻ, മുഹമ്മദ് ഷാൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇയാള് മുൻപ് പല അബ്കാരി കേസുകളിലും എക്സൈസിന്റെ പോലീസിന്റെ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. ഇയാള് ബൈക്കിൽ കൊണ്ടുവരുന്ന മദ്യവിൽപ്പന, ഒരു മൊബൈൽ മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിയാണ്. ഇയാളെ കുറിച്ച് നേരത്തെ പരാതികളുണ്ടായിരുന്നു. മുൻപും ഇവിടെ 2 കേസ് ഇവിടെ നമ്മുടെ ഓഫീസിൽ ഉണ്ട്. കൂടാതെ പോലീസിലും ഇയാൾക്ക് കേസുണ്ട്. ഈ ഓണത്തിനോടനുബന്ധിച്ച് ഇത്തരം വിദേശ മദ്യ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിലെ ഒരു പ്രത്യേക പരിശോധന നടന്നു വരികയാണ്. അതിനോടനുബന്ധിച്ച് പോലീസുമായിട്ടും അതുപോലെ തന്നെ ഫോറസ്റ്റുമായിട്ടും സംയുക്ത പരിശോധനകൾ നടക്കുന്നുണ്ട്. പൂങ്കുന്നം ശങ്കരകുളങ്ങരയിൽ റോഡ് നിർമ്മാണത്തിനുള്ള മെറ്റലുമായി എത്തിയ ടോറസ് ലോറി നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കൊട്ടാരക്കര സ്വദേശി താഴത്തുകുളങ്ങര കൃഷ്ണവിലാസം വീട്ടിൽ ബിജുനാഥനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക ബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചുകയറി. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ ഫീനിക്സ് എന്ന ബോട്ടാണ് നാട്ടിക ബീച്ച് തെക്ക് നാഗയക്ഷി ക്ഷേത്രത്തിന് സമീപം കരയിലേക്ക് കയറിയത്. ഞായറാഴ്ച പുലർച്ചെ 3:30-ആയിരുന്നു സംഭവം. 14 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. സ്ട്രാങ്ക് ഉറങ്ങിയതിനെ തുടർന്ന് ദിശ തെറ്റി ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പറയുന്നു. പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്കാണ് 30 രൂപ വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ല. പുതിയ വില നിലവിൽ വന്നു. ജൂലൈ 1-ന് വാണിജ്യ സിലിണ്ടറിന് 30 രൂപ കുറച്ചിരുന്നു. ഓഗസ്റ്റിലെ വില നിർണ്ണയത്തിൽ 8 രൂപ 50 പൈസ കൂട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വില വർദ്ധിപ്പിച്ചത്. മണ്ഡലത്തിലെ പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തി ഗ്രാമവണ്ടി ഉടൻ സർവീസ് ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനായി 12 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. ജനകീയ സദസ്സിൽ പുതിയ റൂട്ടുകളുടെയും ഇരിങ്ങാലക്കുട മേഖലയിലെ ഗതാഗത നവീകരണ ആശയങ്ങളും സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ, വ്യാപാരി വ്യവസായി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഫോറസ്ട്രി കോളേജ് ഡീനിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രൊഫസർ അനൂപാണ് മരിച്ചത്. തിരുവനന്തപുരം പേട്ടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തെങ്ങിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ മികച്ച ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് അനൂപ്. കേവലം പരീക്ഷണശാലയിൽ ഇരിക്കുന്നതിനപ്പുറം കർഷകരുമായി അദ്ദേഹം ഇടപഴകി നിരവധി യുവാക്കൾക്ക് തൊഴിലവസരം ഒരുക്കി നൽകിയിട്ടുണ്ട്. തെങ്ങിൻതടിയിൽ നിന്നും ഫർണിച്ചർ, തറയിൽ വിരിക്കാവുന്ന ടൈൽ, തെങ്ങിൻതടിയിലുള്ള ചുമർ എന്നിവ വികസിപ്പിച്ചിരുന്നു. തടികൾ കൂടുതൽ കാലം സൂക്ഷിക്കാവുന്ന സംസ്കരണ വിദ്യകളും വികസിപ്പിച്ചിരുന്നു. മനഃശാസ്ത്ര കോളേജിൽ മികച്ച തെങ്ങിൻതടി സംസ്കരണ യൂണിറ്റും ആരംഭിച്ചു. 100 കണക്കിന് ആളുകൾക്ക് തെങ്ങിൻതടി ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. പരിയാരം കൊന്നക്കുഴിയിൽ പാചകവാതക സിലിണ്ടറിൽ നിന്ന് തീപിടിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊന്നക്കുഴി പള്ളിക്ക് സമീപത്തെ തണ്ടാപ്പള്ളി ജോസിന്റെ മകൻ 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. വെള്ളിയാഴ്ചയാണ് വീട്ടിൽ വെച്ച് യുവാവിന് പൊള്ളലേറ്റത്. വീടിനുള്ളിലെ ഫർണിച്ചറുകൾ മറ്റും കത്തി നശിക്കുകയും ചെയ്തു. ഇയാൾ സ്വയം തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു.
കടവല്ലൂരിലെ പാടശേഖരങ്ങളിൽ രണ്ടാം വിളയായ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 350 ഹെക്ടർ പാടത്ത് കൃഷി വകുപ്പ് സൗജന്യമായി വിതരണം ചെയ്ത ഉമാവിത്താണ് ഇത്തവണ കൃഷിയിറക്കുക. നിലം ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത്. ഞാറുകൾ തയ്യാറാക്കുന്നതിനുള്ള ഞാറ്റടികളും ഒരുക്കിയിട്ടുണ്ട്. 3 തവണയെങ്കിലും നിലം ഉഴുതുമറിച്ച ശേഷമാണ് നടീൽ നടത്തുക. അതിനു മുൻപ് കുമ്മായം വിതറി മണ്ണിന്റെ അമ്ലാംശം കുറയ്ക്കും. ഇതിനാവശ്യമായ കുമ്മായം കടവല്ലൂർ സഹകരണ ബാങ്ക് വഴി വിതരണം തുടങ്ങിയിട്ടുണ്ട്. കൃഷിവകുപ്പ് നൽകുന്ന 75% സബ്സിഡി നിരക്കിലാണ് കുമ്മായം കർഷകർക്ക് ലഭിക്കുന്നത്. മഴ തുടരുന്നത് ഒരുക്കങ്ങളുടെ വേഗം കുറച്ചിട്ടുണ്ട്. ഞാറ്റടിയിൽ വിത്ത് വിതച്ചതിനു ശേഷം ശക്തമായ മഴയുണ്ടായാൽ വിത്ത് താഴ്ന്നുപോയി നശിക്കും. ഈ ആശങ്കയിൽ പലരും വിത്ത് വിതച്ചിട്ടില്ല. ഒരുക്കങ്ങൾ നീളും തോറും വിളവെടുപ്പും വൈകും. വേനൽ കടുക്കും വരെ കൃഷി നീണ്ടാൽ വരൾച്ച മൂലമുള്ള കൃഷിനാശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അടുത്തിടെ നിർമ്മിച്ച വരമ്പുകൾ ഒലിച്ചുപോയി. ഞാറ്റടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പ്രതിസന്ധിയാണ്. കൃഷിച്ചിലവുകൾ ദിനംപ്രതി കൂടി വരികയാണെന്ന് കർഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം ശക്തമായതോടെ പാടത്തെ പണി വീണ്ടും ചെയ്യേണ്ട അവസ്ഥയുമുണ്ട്. ഇതുമൂലം ചിലവുകളും കൂടി. 1 ഏക്കർ ഉഴുതുമറിക്കാൻ മാത്രം 5000 രൂപയോളമാണ് ഇപ്പോൾ ചെലവ്. നടീലിന് 6000 രൂപ വരെ ചിലവുണ്ട്. വിദഗ്ധ തൊഴിലാളികളെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെയും. വളം, കീടനാശിനി, കൂലി തുടങ്ങിയ ചിലവുകളിൽ വർധനവുണ്ടായി. 1 ഏക്കറിന് 40,000 രൂപ വരെയാണ് മുണ്ടകന് ചിലവ്. വരമ്പ് നിർമ്മിക്കാനുള്ള യന്ത്രം, നടീൽ യന്ത്രം എന്നിവ എത്തിക്കാൻ കരിക്കാട് പാടശേഖര സമിതി ശ്രദ്ധിക്കുന്നുണ്ട്. പദ്ധതി വിജയിച്ചാൽ പണികളുടെ വേഗം കൂടാൻ ഉപകരിക്കും. TCV ന്യൂസ്, കുന്നംകുളം. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സംഗമവും ആദരവും സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ സരസ്വതി സമ്മാൻ ലഭിച്ച കവി പ്രഭാവർമ്മയും സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ കഥാകൃത്ത് N രാജനെയും ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റും കഥാകൃത്തുമായ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SK വസന്തൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ലിറ്റററി ഫോറം പ്രസിദ്ധീകരിക്കുന്ന സാഹിതി ബുള്ളറ്റിന്റെ ആദ്യ പതിപ്പിന്റെയും 12ഓളം പുസ്തകങ്ങളുടെയും പ്രകാശനവും നടന്നു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, K രഘുനാഥൻ, ഡോക്ടർ പള്ളിപ്പുറം മുരളി, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, PR K ചേനം, അപർണ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കനത്തതോടെ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ തുറന്നു. 4 ഷട്ടറുകളും 1.25 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. മണലി, കരുവന്നൂർ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ 2 സെന്റിമീറ്ററും ഉയർത്തിയിട്ടുണ്ട്. കേരള ഷോളയാർ ഡാം തിങ്കളാഴ്ച തുറക്കും. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടർ ഘട്ടം ഘട്ടമായി 6 ഇഞ്ചാണ് തുറക്കുക. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഡോക്ടർ MS മേനോൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഡോക്ടർ MS മേനോൻ സ്മൃതി സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ഡോക്ടർ MS മേനോൻ സ്മൃതി സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. മലയാളം സർവകലാശാല അധ്യാപകൻ ഡോക്ടർ KM അനിൽ ഡോക്ടർ MS മേനോനെ അനുസ്മരിച്ചു. കാലടി സംസ്കൃത സർവകലാശാല മുൻ പ്രൊഫസർ ഡോക്ടർ N അജയ്കുമാർ സ്മാരക പ്രഭാഷണം നടത്തി. അനുസ്മരണ സമിതി രക്ഷാധികാരി C ശാന്തകുമാരി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പുരസ്കാര തുക സമർപ്പിച്ചു. ചെയർമാൻ ഡോക്ടർ TK നാരായണൻ, കൺവീനർ K സത്യനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണമ്പേട്ട കരുവാപടിയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. വലിയകുളത്ത് കാട്ടെടുത്ത രാധയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കൃഷ്ണവിഗ്രഹം, നിലവിളക്ക്, ഉരുളി, പറ എന്നിവയുൾപ്പെടെ മോഷണം പോയി. പാലക്കാടുള്ള മക്കളുടെ വീട്ടിലാണ് രാധ താമസം. ഓഗസ്റ്റ് 3 വീട്ടിൽ വന്ന് പോയതിനു ശേഷം ഞായറാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതറിയുന്നത്. വരന്തരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും തൃശൂരിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM ഹസൈനാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടന ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ MS വികാസ്, രവി പുഷ്പഗിരി, വൈസ് പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത്, ജില്ലാ സെക്രട്ടറി P ബിജു, തൃശൂർ ടൗൺ മേഖലാ പ്രസിഡന്റ് TR ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു.
വയനാടിന് കൈത്താങ്ങായി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. വിയർപ്പൊഴുക്കുന്നവരിൽ നിന്നും വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന പേരിലാണ് കുറുക്കഞ്ചേരി ആലുംകുളം യൂണിറ്റ് പൂൾ 19 തൊഴിലാളികൾ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചത്. തങ്കമണി ജംഗ്ഷനിൽ കലവറ ഒരുക്കി 2000-ഓളം ബിരിയാണികളാണ് തൊഴിലാളികൾ തയ്യാറാക്കിയത്. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ തൃശൂർ ഏരിയ സെക്രട്ടറി സുധാകരൻ, പൂൾ ലീഡർ TT ടോണി, CPM കൊക്കാല ലോക്കൽ സെക്രട്ടറി PR ജയകുമാർ, യൂണിയൻ നേതാക്കളായ ശൈല ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂരിൽ നടക്കുന്ന ജില്ലാ അക്കാദമി ഫുട്ബോൾ ലീഗിൽ സ്പാരോസ് തൃശൂർ ഫൈനലിൽ കടന്നു. അണ്ടർ 13, അണ്ടർ 15 എന്നീ 2 വിഭാഗങ്ങളിലും സ്പാരോസ് തൃശൂർ ഫൈനലിൽ കടന്നു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഇരു സെമി ഫൈനൽ മത്സരങ്ങളിലും എതിരാളികളായിരുന്ന ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിയെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് സ്പാരോസ് പരാജയപ്പെടുത്തിയത്. Very good. Start. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CL സാബു, സ്വാഗത സംഘം ചെയർമാൻ KT ചന്ദ്രൻ, കോർഡിനേറ്റർ ജോഷി ഇമ്മട്ടി, മീഡിയ കൺവീനർ പ്രദീപ് മുല്ലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 23, 24, 25 തീയതികളിലാണ് സമ്മേളനം. ഗീതം സംഗീതം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംവിധായകൻ മോഹൻ അനുസ്മരണവും ഗാനസന്ധിയും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന അംഗങ്ങളുടെ ഗാനസന്ധിയിൽ 30 ഗായകർ ഗാനങ്ങൾ ആലപിച്ചു. MD പോളിയും സംഘവും പശ്ചാത്തല സംഗീതമൊരുക്കി. ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ മോഹനനെ അനുസ്മരിച്ചു. ഗീതം സംഗീതം സെക്രട്ടറി സുകുമാരൻ, ചിത്രസൗധം പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രേംസാഗർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത ഞായറാഴ്ച റെക്കോർഡ് വിവാഹം നടക്കും. ഇതുവരെ 318 വിവാഹങ്ങളാണ് അടുത്ത ആഴ്ചത്തേക്ക് ഷീട്ടാക്കിയിട്ടുള്ളത്. ഞായറാഴ്ച വരെ ഷീട്ടാക്കാൻ സൗകര്യമുണ്ട്. ചിങ്ങമാസത്തിലെ മുഹൂർത്ത ദിവസമായതാണ് വിവാഹ തിരക്കേറാൻ കാരണം. ക്ഷേത്രത്തിൽ 277 വിവാഹങ്ങൾ നടന്നതായാണ് നിലവിലെ റെക്കോർഡ്. തൃശൂർ പാട്ടരായ്ക്കൽ പ്രദേശത്തെ ജനകീയ ഡോക്ടറായിരുന്ന ഡോക്ടർ MG മീനാക്ഷിയെ സമന്വയം സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് അനുസ്മരിച്ചു. മുൻ മേയർ K രാധാകൃഷ്ണൻ, കോർപ്പറേഷൻ കൌൺസിലർമാരായ VN രാധിക, ജോൺ ഡാനിയൽ, കേരള ബ്രാഹ്മണസഭ ജില്ലാ സെക്രട്ടറി D മൂർത്തി, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, ഡോക്ടർ പിഷാരടി ചന്ദ്രൻ, ഡോക്ടർ ഷാജി M ജോസഫ്, VG തമ്പി, P കൃഷ്ണകുമാർ തുടങ്ങിയവർ അനുസ്മരിച്ചു. തൃശൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF അനുകൂല പാനലിന് ഹാട്രിക് വിജയം. നിലവിലെ സംഘം വൈസ് പ്രസിഡന്റ് P രാജു, ഭരണസമിതി അംഗങ്ങളായ പാനൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. സംഘം വൈസ് പ്രസിഡന്റായി P രാജുവിനെ തെരഞ്ഞെടുത്തു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് സംഘത്തിന്റെ എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ്. പടിഞ്ഞാറെ ചാലക്കുടിയിൽ നിന്നും കാണാതായ ഗൃഹനാഥന്റെ മൃതദേഹം ചാലക്കുടി പുഴയിലെ മാള പോത്തുശ്ശേരിയിൽ കണ്ടെത്തി. പടിഞ്ഞാറെ ചാലക്കുടി ചാക്കിയത്ത് തോമസിന്റെ മകൻ 55 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. പ്രഭാത സവാരിക്കിറങ്ങിയ ജോയിയെ കാണാതാകുകയായിരുന്നു. ചാലക്കുടി റെയിൽ ട്രാക്കിലൂടെ നടന്ന ജോയ് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. വാണിജ്യം. പാർപ്പിട സമുച്ചയ നിർമ്മാണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ അഡോറ ഹോംസിന്റെ 5ാം വാർഷികാഘോഷവും 10ാമത്തെ ആഡംബര ഭവന പദ്ധതിയായ അഡോറ ആക്സന്റിന്റെ ശിലാസ്ഥാപന കർമ്മവും തൃശൂരിൽ നടന്നു. അയ്യന്തോൾ സെന്ററിൽ നടന്ന അഡോറ ആക്സന്റിന്റെ ശിലാസ്ഥാപന കർമ്മവും തൃശൂർ മോത്തിമഹൽ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച 5ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും അഡോറ ആക്സന്റ് പ്രൊജക്ട് ലോഞ്ചിങ്ങും അഡോറ ഹോംസ് മാനേജിംഗ് ഡയറക്ടർ റിൻസൻ C വിൽസൺ, ഡയറക്ടർ നവ്യ ഡെൽജോ, ജോയിന്റ് വെഞ്ചർ പാർട്ണർ വിശാലം രാധാകൃഷ്ണൻ, മകൻ രഞ്ജിത എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മിനി തിയേറ്റർ, AC, ജിം, സ്വിമ്മിംഗ് പൂൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളോടെ
12 നിലകളിലായി 36 ഫ്ളാറ്റുകളാണ് അഡോറ ആക്സെന്റിൽ നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപന ചടങ്ങിനെ തുടർന്ന് തൃശൂർ മോത്തിമഹൽ റെസിഡൻസിയിൽ വിപുലമായ പരിപാടികളോടെ അഡോറ ഹോംസിന്റെ 5ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുതിയ പ്രൊജക്ട് ലോഞ്ചിംഗ്, സംഗീത പരിപാടി, വിരുന്ന് എന്നിവ നടന്നു. അഡോറ ഹോംസ് സാരഥികൾ, കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. കൂടുതൽ വിവരങ്ങൾക്ക് 9778449090 9995448899. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53560 രൂപ, വെള്ളി ഗ്രാമിന് 91 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3189 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച് ചലച്ചിത്ര നടൻ മമ്മൂട്ടി. സിനിമയിൽ പവർ ഗ്രൂപ്പില്ലെന്ന് മമ്മൂട്ടി. മുകേഷിനെതിരെ തൃശൂരിലും കേസ്. തൃശൂർ എറണാകുളം പാതയിൽ ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയതും ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയതും യാത്രക്കാരെ വലച്ചു. അങ്കമാലിയാടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ട്രെയിൻ സർവീസുകൾ വൈകിയത്. വലിയ ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു. നിരക്ക് വർധനയ്ക്കെതിരെ AIYF ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൃശൂർ കുറുപ്പൻ റോഡ് മുതൽ കുറുക്കഞ്ചേരി വരെ ആധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ ഓണത്തിന് ശേഷം ആരംഭിക്കും. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാർ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത. സംഭവത്തിന് പിന്നിൽ കോടികളുടെ ഇടപാടെന്ന് സംശയം. MDMA-യും കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. കണ്ടശങ്കടവ് സ്വദേശികളായ വിഷ്ണു, സാജൻ, വിഷ്ണു എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.